ഇപ്പോൾ ലോക് ഭവനിലേക്ക് SFI പ്രവർത്തകരുടെ മാർച്ചാണ്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്കാണ്. പ്രവർത്തകർ ബാരിക്കേഡെല്ലാം തള്ളിമറിച്ച് അപ്പുറത്തേക്ക് കടക്കാനായി ശ്രമിക്കുന്നുണ്ട്. പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പ്രതിരോധിക്കുകയാണ്. ലോക് ഭവനിലേക്കാണ് SFI പ്രവർത്തകർ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് BJP സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് SFI ഇപ്പോൾ ലോക് ഭവനിലേക്ക് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. മാർച്ച് തടയുവാനായി പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ ഭേദിച്ച് ലോക് ഭവനിലേക്ക് കടക്കുവാനായി പ്രവർത്തകർ ശ്രമിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്കാണ്. BJP സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാറിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടാണ് SFI ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത്. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ BJP സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാറിനെ എത്രയും വേഗം തന്നെ പുറത്താക്കും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ SFIയുടെ ലോക് ഭവൻ മാർച്ച് നടക്കുന്നത്. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യം. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വിനോദ് കുമാറിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നത്. അതിലാണിപ്പോൾ SFIയുടെ മാർച്ച് എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? BJP സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI ലോക് ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാർച്ച് ലോക് ഭവന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസ് ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. യോഗ്യതാ തട്ടിപ്പിൽ കേരള സർവകലാശാലയിലെ ചാൻസലർ നോമിനിയായ സിൻഡിക്കേറ്റ് അംഗം വിനോദ് കുമാർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ SFIയുടെ മാർച്ച് ഉണ്ടാകുന്നത്. അതിലാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ലോക് ഭവനിലേക്ക് ഇപ്പോൾ SFIയുടെ മാർച്ച് പുരോഗമിക്കുന്നത്. മാർച്ച് ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ബാരിക്കേഡുകൾ ഭേദിച്ച് പ്രവർത്തകർ അപ്പുറത്തേക്ക് കടക്കാനെല്ലാം ശ്രമിക്കുന്നു. ചെറിയ തരത്തിൽ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ചന്തു ചന്ദ്രശേഖറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, പോലീസുമായി സംഘർഷമുണ്ടാകുന്നു, ഉന്തും തള്ളും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? നിലവിൽ ഈ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞിരുന്നു. ഈ ബാരിക്കേഡ് കടന്ന് അപ്പുറത്തേക്ക് കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ നേരിയ ഉന്തുതള്ളുമുണ്ടായത്. ഇപ്പോൾ ഈ ബാരിക്കേഡ് കടന്ന് അപ്പുറത്തേക്ക് പോയ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രധാനമായും ഈ യോഗ്യതാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് BJP സിൻഡിക്കേറ്റ് അംഗമായ വിനോദ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI ഇത്തരത്തിൽ മാർച്ച് നടത്തിയത്. മാർച്ചാണ് ഇപ്പോൾ നേരിയ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. പോലീസ്
പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഈ പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് തസ്തികയിൽ നിന്നും ഇദ്ദേഹത്തെ വേണ്ട യോഗ്യത ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കിയത്. നേരത്തെ ഉണ്ടായിരുന്ന ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു ഇദ്ദേഹത്തെ ഈ സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തെ പുറത്താക്കണമെന്നാണ് പ്രധാനമായും SFI ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ ഗവേഷക വിദ്യാർത്ഥി ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കം വിനോദ് കുമാറിനെതിരെ രംഗത്ത് വരികയും അദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഈ യോഗ്യതകളുടെ പിൻബലത്തിലാണ് അദ്ദേഹം സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് എത്തിയത്. അദ്ദേഹം യോഗ്യത തന്നെ ഇല്ലാത്ത അദ്ദേഹത്തിന് നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു ഇന്ത്യൻ വിപ്ലവ വിദ്യാർത്ഥികളുടെ SFIയുടെ നിഷേധം ഇരമ്പട്ടെ, അളിക്കത്തി പടരട്ടെ, അളിക്കത്തി പടരട്ടെ, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, പ്രതിഷേധം ഇരമ്പട്ടെ, അളിക്കത്തി പടരട്ടെ, കേരള നാട്ടിലെ വിദ്യാഭ്യാസം, അപരമായൊരു വിദ്യാഭ്യാസം, തകർക്കാൻ നോക്കുന്നവരെ, നിങ്ങൾക്കെതിരെ ഉയരുന്നു, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇരമ്പട്ടെ, അളിക്കത്തി പടരട്ടെ, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, പ്രതിഷേധം ഇരമ്പട്ടെ, അളിക്കത്തി പടരട്ടെ, കേരളമാകെ പടരട്ടെ.